ഓക്കെ, ഇന്ന് നമ്മൾ MBCET ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ അതിൻ്റെ April 2022 ഫ്ലൂയിഡ് മെക്കാനിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നേരത്തെ നമ്മൾ മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മോഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് 2 ക്വസ്റ്റ്യനാണ്, A-B പാർട്ടുണ്ട്. അത് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. അപ്പം മോഡ്യൂൾ 2 ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് when a load of 20 tons is shifted by a distance of 6 meters, the ship tilts through an angle of 4 degrees. The ship has a displacement of 5,000 tons of seawater, specific gravity തന്നിട്ടുണ്ട്. If the moment of inertia of area at water line is this much, calculate the metacentric height of center of gravity of the vessel above center of buoyancy. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ തിയറി പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഗിവൻ ഡേറ്റ എഴുതണം. ഓക്കെ, ഏത് പ്രോബ്ലം ആയാലും ആദ്യം ഗിവൻ ഡേറ്റ, പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയതിനുള്ള ടു ഫൈൻഡ് എഴുതണം. അടുത്ത അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എഴുതുക. പിന്നെ ആ ഫോർമുലയിലെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, പിന്നെ റിസൾട്ട്. ഇതാണ് പ്രൊസീജിയർ ഒരു പ്രോബ്ലം ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് മറക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൻ ഡേറ്റ എഴുതാം. ഓക്കെ, എന്തൊക്കെയാണ് ഗിവൻ ഡേറ്റ? when a load of 20 tons is shifted by a distance of 6 meters. അതായത് എന്തുവാ? when a load of 20 tons is shifted by a distance, that is your movable weight. ഓക്കെ, movable weight ആണ് 20 tons. ടോട്ടൽ വെയ്റ്റ് എന്തുവാ? അതായത് ഷിപ്പിൻ്റെ the ship has a displacement of this much tons, that is your total weight is equal to 5,000 ton. അപ്പോൾ the movable weightൻ്റെ representation ആണ് small w. ഓക്കെ, ടോട്ടൽ വെയ്റ്റിൻ്റെ representation ആണ് capital W. ഓക്കെ, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 6 മീറ്റർ ആണ്. സോ ഡിസ്റ്റൻസ് x is equal to 6 മീറ്റർ. ഓക്കെ, അത് ടിൽട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഡിഗ്രി, തീറ്റ is equal to 4 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഗിവൻ ഡേറ്റ. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാം സ്പെസിഫിക് വെയ്റ്റ് ഓഫ് സീ വാട്ടറും കൂടി നമുക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മെറ്റാസെൻട്രിക് ഹൈറ്റും കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എബവ് ദ സെൻറ്റർ ഓഫ് ബയോൺസി അതും കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ടു ഫൈൻഡ്. അതിന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ? മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് ഈക്വൽ ടു W, that is your small wx divided by capital W tan theta. ഇത്രയേ ഉള്ളൂ. ചെറുതല്ലേ ഫോർമുല? ചെറുതല്ലേ? wx divided by capital W tan theta. അപ്പം ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് സ്മോൾ w നമുക്കറിയാമോ? അറിയാം. 20 ടൺസും തന്നിട്ടുണ്ട്. എക്സ് അറിയാമോ? എക്സും അറിയാം. 6 മീറ്റർ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ക്യാപിറ്റൽ W അതും തന്നിട്ടുണ്ട്. തീറ്റയും തന്നിട്ടുണ്ട്. പിന്നെന്താ? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഈ എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത് ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ള? മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വിത്ത് മെറ്റാസെൻട്രിക് ഹൈറ്റ് വെച്ചിട്ടേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് ഏത് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്? ഈ ഫോർമുല ഓർക്കുന്നുണ്ടോ? GM is equal to BM minus BG. ഓർക്കുന്നുണ്ടോ? ഇത് കുറേ പ്രോബ്ലംസിനകത്ത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ന്യൂട്രൽ ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറയും, അതിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഫ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇസ് പോസിറ്റീവ് ഇറ്റ് ഈസ് സ്റ്റേബിൾ, ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം ഇതിനകത്ത് ഈ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് അറിയാത്തത് എന്തുവാ? BG ആണ്. ഈ BG എന്ന് പറയുന്നത് എന്തുവാ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. GM നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. BM നമുക്ക് ഈ I/, സബ്മേർജ്ഡ് വോള്യൂം, ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് BM കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പോൾ ആ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് BG കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഈ ബി എം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഡിവൈഡ് ബൈ സബ്മേർജ്ഡ് വോള്യൂമാണ്. ഐ എന്തുവാ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് 8000 അങ്ങനെ എഴുതി. ഈ സബ്മേർജ്ഡ് വോള്യൂം എങ്ങനെ കണ്ടുപിടിക്കണം? സബ്മേർജ്ഡ് വോള്യൂം എന്ന് പറയുന്നത് യൂണിറ്റ് മീറ്റർ ക്യൂബാണ് അല്ലേ, മീറ്റർ ക്യൂബാണ്. നമുക്ക് ടോട്ടൽ വെയിറ്റ് അറിയാം അല്ലേ. ഷിപ്പോടെ നമുക്ക് വെയിറ്റ് നമുക്ക് 5000 ടൺസും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, സ്പെസിഫിക് വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയൂം ഓഫ് ദ സബ്മേർജ്ഡ് പോർഷൻ എന്തുവാണ് കിട്ടും. ഓക്കെ, അതായത് ഈ വെയിറ്റ് ടൺസിലെയാണ്, സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പം ഈ ടൺസിനെ നമുക്ക് ആദ്യം കിലോഗ്രാമിലോട്ട് മാറ്റണം. 1 ടൺ ഇസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. അപ്പോൾ വെയിറ്റിന് 10⁻³ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിലോഗ്രാമിന് കിട്ടും. കിലോഗ്രാം ക്യാൻസലായി നമുക്ക് വോള്യൂം, സബ്മേർജ്ഡ് വോള്യൂം എന്താണ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഒരു ആൻസർ വിത്ത് ഒരു ഡെസിമൽ പോയിൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടും ഇതിനകത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബി ജി എന്താണ് കിട്ടും. പിന്നെ അവസാനം എന്ത് ചെയ്യണം, റിസൾട്ട് എഴുതണം. മെറ്റാസെൻട്രിക് ഹൈറ്റും ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഒറ്റ ഫോർമുലയെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലമിലോട്ട്